ആലുവ സ്വദേശിയുടെ പരാതിയിലെടുത്ത കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് ജാമ്യം. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സുണ്ടെന്ന് ഹൈക്കോടതി. നടി ആരോപിക്കപ്പെടുന്ന സംഭവം നടന്നത് 17 വർഷങ്ങൾക്ക് മുൻപെന്നും കോടതി. എസ് രാഗിനുണ്ട്. രാഗിൻ, സിദ്ദീഖ് കേസിലെ ആ കാലപ്പഴക്കമായിരുന്നു സുപ്രീം കോടതി എടുത്തു പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ 17 വർഷത്തെ കാലപ്പഴക്കം കൂടി ഈ കേസിൽ ബാലചന്ദ്ര മേനോന് എതിരായ കേസിൽ കോടതി പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടുകൂടി കോടതി കാണുന്നുണ്ട്? പരാതിക്കാരിക്ക് തിരിച്ചടിയാണോ ഇത്? തീർച്ചയായും, അതായത് ഈ കാലപ്പഴക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി എടുത്തു പറയുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ ഇടക്കാല മുൻകൂർ ജാമ്യം ബാലചന്ദ്രൻ മേനോന് കോടതി അനുവദിച്ചിരുന്നതാണ്. അതാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇടക്കാല മുൻകൂർ ജാമ്യം എന്നെ സംബന്ധിച്ചുള്ള ഉത്തരവായിരിക്കുന്നു പ്രധാനമായും. നേരത്തെ ആലുവ സ്വദേശിനി നൽകിയിട്ടുള്ള പരാതിയിലാണ് കേസെടുത്തത്. ലൈംഗികാതിക്രമ കേസാണ് എടുത്തിരുന്നത്. അതിനെതിരെ ബാലചന്ദ്ര മേനോൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഹർജിയാണ് നേരത്തെ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഉത്തരവിടുന്ന ഘട്ടത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി കോടതി നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അത് ഏതെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം പറയുന്ന ഒന്നല്ല, അത് പുരുഷന്മാർക്ക് കൂടി ഉള്ളതാണ് എന്ന കാര്യം കോടതി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കാലപ്പഴക്കം, ഏകദേശം ഈ ആരോപിക്കപ്പെടുന്ന സംഭവം ഉണ്ടാകുമ്പോൾ 17 വർഷമാകുന്നു എന്ന കാര്യവും കൂടി കോടതി ഇതിൽ എടുത്ത് പറയുകയാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം കോടതി സ്ഥിരപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്.